ടൂർണമെന്റിന്റെ ഹോട്ട് ഫേവറേറ്റുകളായി വന്ന നെതർലൻഡും ജർമ്മനിയും പുറത്തായിരിക്കുന്നു. പരഗ്വായോട് പെനൽറ്റി ഷൂട്ടൗട്ടിലാണ് ജർമ്മനി പുറത്തായതെങ്കിൽ മൊറോക്കോയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തന്നെയാണ് നെതർലൻഡ് പുറത്തായത്. നെതർലൻഡ് കപ്പടിക്കുന്നൊക്കെ പ്രവചനക്കാരോ പ്രവചിച്ചിരുന്നു. അവരിപ്പോൾ കാണാനില്ല. പ്രവചനങ്ങളാണ് ശരിയാവണമെന്നില്ല എന്ന് വിചാരിച്ചാൽ തള്ളിക്കളയാം. എനിവേ, നെതർലൻഡ് ഗ്രൂപ്പ് ഘട്ട മത്സരം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അവരൊരു ചാൻസ് ഉണ്ട്. ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് ഞാൻ ആരെയും ഇപ്പം തോറ്റ നെതർലൻഡിന് കുറ്റം പറയില്ല, ജർമ്മനിന് കുറ്റം പറയില്ല. അതൊക്കെ ഒരു 50-50 ചാൻസാണ്. അതിപ്പോൾ കിക്കെടുത്ത് പുറത്തായ ആൾക്കാരനെ കുറ്റം പറയില്ല, ഗോളി തറക്കാൻ പറ്റിയില്ലെങ്കിലും കുറ്റം പറയില്ല. അതൊക്കെ ഒരു 50-50 ചാൻസാണ്. ആർക്കും ഒരു പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മാക്സിമം എനിക്ക് പറയാനുള്ളത് നല്ല ടീമുകളാണോ ജർമ്മനി എന്ന് പറഞ്ഞ ടീമുകളാണ് മാക്സിമം എക്സ്ട്രാ ടൈമിക്ക് പോലും ആക്കാതെ നിശ്ചിത 90 മിനിറ്റ്സ് പ്ലസ് 5 മിനിറ്റൊക്കെ ആഡ് കിട്ടുമ്പോൾ അതിൽ തീർക്കാൻ പറ്റും നോക്കുക. ബ്രസീൽ തീർത്ത പോലെ. ഇല്ലാത്ത പക്ഷം വലിച്ചു നീട്ടി കൊണ്ടുപോയി മികച്ച ടീമുകളെ ആ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്തേക്കിടും. പരഗ്വായ് മികച്ച ടീം ആണോ? ജർമ്മനിയെ കമ്പയർ ചെയ്ത് മികച്ച ടീമല്ല. ജർമ്മനിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പെനാൽറ്റി ഷൂട്ടൗട്ട് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ജർമ്മനി പുറത്താവാൻ കാരണം. നെതർലൻഡും മൊറോക്കോയും പിന്നെ ഇഞ്ചാണ്. അത് പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷെ ജർമ്മനിക്ക് ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് ഒഴിവാക്കായിരുന്നു. കളിയിലേക്ക് ആഴമായി കിടക്കുന്നൊന്നുമില്ല. എനിവേ, അത് സങ്കടകരമായ ആലോചന. അട്ടിമറിയാണ്. പരഗ്വായ് ജർമ്മനിനെ അട്ടിമറിക്കുന്നു. എന്താ പറയാ. പിന്നെ മൊറോക്കോ അട്ടിമറിച്ചും പറയില്ല. മൊറോക്കോ ജയിച്ചു. സ്ട്രോങ് സൈഡ് തന്നെയാണ്. മൊറോക്കോ ജയിച്ചു കയറി. ഹക്കീമിയുടെ മൊറോക്കോ. എന്തായാലേ, നെതർലൻഡ് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പുറത്തു പോകുന്നു. ജർമ്മനി അതിനൊക്കെ വലിയ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ജർമ്മനി പുറത്തു പോകുന്നു. പക്ഷെ പുറത്തായി. ഇതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം. നമ്മൾ ചെറിയ പറഞ്ഞ കുതിര കൂട്ടുന്നവർ കയറി അലക്കുന്നു. ഓർമ്മയുണ്ടല്ലോ, കാബോ വെർദെ സ്പെയിനിനെ കയറി ഇളക്കിയത് 0-0. 2-2 നമ്മുടെ ഉറുഗ്വേ ആയിട്ടും 0-0 സൗദി അറേബ്യ ആയിട്ടും. ഓർമ്മയുണ്ടല്ലോ, കുഞ്ഞൻ ടീമുകൾ ഇതാക്കി വരക്കരുത്. കാബോ വെർദെ അർജന്റീന നേരിടുന്ന ആളാണ്. അർജന്റീന സൂക്ഷിച്ചിരിക്കുക. അപ്പം നല്ല ടീമുകൾക്ക് പുറത്തേക്കുള്ള വഴി കാണിക്കുന്ന ഒരു കാര്യം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് പരഗ്വായ് കൃത്യമായിട്ടത് ആവിഷ്കരിച്ചു.